അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിടും സൗഭാഗ്യം കോപ്പിലിച്ചയും ആരോഗ്യവും ബുദ്ധിയും ഉണ്ടായിടും. ഹരിയോ, ഞാൻ സന്തോഷ് തലോകരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിടിൽ സൗഭാഗ്യം, ശരിയാണ്, നല്ല സൗഭാഗ്യവാന്മാരും സൗഭാഗ്യവതികളും ഒക്കെ ആയിരിക്കും അശ്വതി നക്ഷത്ര ജാതകർ. കോപ്പിലിച്ച, ധാരാളം ആഭരണങ്ങളൊക്കെ ഉണ്ടാകും, ബുദ്ധിമാന്മാരായിരിക്കും, സൗന്ദര്യമുള്ളവരായിരിക്കും. അശ്വതി നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ വളരെ സമർത്ഥന്മാരായിരിക്കും. എന്ത് കാര്യവും വളരെ ചടുലതയോടെ വളരെ വേഗം ചെയ്തു തീർക്കാനായിട്ട് ഇവർക്ക് പ്രത്യേക സാമർഥ്യമുണ്ട്. നേതൃത്വ ഗുണവും ഇവർക്കുണ്ട്. ഏതൊരു കാര്യത്തിനും ഒരു നേതൃത്വപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവാണ്. വളരെ വേഗം വളരെ പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കുന്ന ജോലി ചെയ്തു തീർക്കാനായിട്ട് ഇവർക്കൊരു പ്രത്യേക സാമർഥ്യമാണുള്ളത്. വാക്കുകളും പ്രവൃത്തികളും എല്ലാം വളരെ വേഗമാണ്. അശ്വതി നക്ഷത്രത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് കുതിരയുടെ തലയാണ്. ആ കുതിരയുടെ സ്വഭാവം തന്നെയാണ്, എന്തിനും ഏതിനും വളരെ സ്പീഡാണ് ഇവർക്ക്. അതുപോലെ തന്നെയാണ് മുൻകോപവും എടുത്തിയാട്ടവും. ഈ മുൻകോപവും എടുത്തിയാട്ടവും ഇവരെ പല അബദ്ധങ്ങളിലും കൊണ്ടേ ചാടിക്കും. പക്ഷെ ഇവർ അത് അംഗീകരിച്ചു തരില്ല. അബദ്ധം പറ്റിപ്പോയി എന്ന് മനസ്സിലാക്കിയാൽ പോലും ഇവരത് മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകരിച്ചു തരില്ല. ഇവരെ ആരെങ്കിലും വിമർശിക്കുന്നതും ഇവർക്ക് ഇഷ്ടമില്ല. ഈ നക്ഷത്രജാതർ വളരെ ധൈര്യവും വീര്യവും ഒക്കെ ഉള്ളതാണ്. ഒപ്പം ദുർബുദ്ധിയും കൂടുതൽ ഇവർക്കുണ്ട്. അശ്വതി നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയുടെ രാശിയാണ്, മേടൻ രാശിയിലാണ്. കുജക്ഷേത്രയെ ജനിച്ചിടയിൽ ധാരാളം ഭൂസ്വത്തുക്കളും സഹോദര ഗുണവും, അതും വളരെ നല്ല കാര്യമാണ്. കുജന്റെ ക്ഷേത്രത്തിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് ധാരാളം ഭൂസ്വത്തുക്കളും സഹോദര ഗുണവും എല്ലാം ഉണ്ടാവും. കുജന്റേതായിട്ടുള്ള ആ വീര്യവും വാശിയും ധൈര്യവും എല്ലാം ഇവരിലുണ്ടാവും. പക്ഷെ ഈ കുജന് ജാതകത്തിൽ പാപയോഗമാണുള്ളതെങ്കിൽ ഇവരുടെ സ്വഭാവത്തിലും ആ പാപത്വം കാണും. ഇവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒപ്പമുള്ളവരെ വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്തുവാനോ ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ ജാതകത്തിലെ കുജന്റെ ബലം ഇല്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ, കുജൻ ബലഹീനനാണെങ്കിൽ ഇവർ ഈ പറഞ്ഞതിന് നേർ വിപരീതമായിരിക്കും. അലസന്മാരും മടിയന്മാരുമായി തീരും ഇവർ. അപ്പൊ ജാതകത്തിലെ ചൊവ്വയുടെ ബലത്തെ ആശ്രയിച്ചാണ് ഇവരുടെ ജീവിതത്തിന്റെ ജയ പരാജയങ്ങൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം, ഇവർ വളരെ സൗഭാഗ്യമുള്ളവരും ഭൂസ്വത്തുക്കളും ആഭരണമുള്ളവരും ഒക്കെയാണെന്ന് പറഞ്ഞാലും ദാമ്പത്യ ജീവിതം പൊതുവെ അത്ര ശോഭനമായിട്ടല്ല കാണുന്നത്. അശ്വതി നക്ഷത്രത്തിന്റെ ഭർത്തൃസ്ഥാനത്ത് അല്ലെങ്കിൽ ഭാര്യാസ്ഥാനം എന്ന് പറയുന്ന തുലാം രാശിയും ആ തുലാം രാശിയുടെ അധിപനായ ശുക്രന്റെയൊക്കെ സ്ഥാനവും ബലവും എല്ലാം പരിഗണിച്ച് വേണം ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ നമുക്ക് വിലയിരുത്താനായിട്ട്. പാപയോഗത്തോടു കൂടിയാണോ അല്ലെങ്കിൽ ബലഹീനനായിട്ടാണോ ജാതകത്തിൽ ചൊവ്വ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ജ്യോതിഷനെ കൊണ്ട് ഇവരുടെ ജാതകം പരിശോധിപ്പിച്ച് അതിനനുസരിച്ച് ഇവരുടെ ജീവിതത്തിന്റെ ദൈവികമായ കാര്യങ്ങളിൽ കുറേയൊക്കെ മാറ്റം വരുത്തിയ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി ഈശ്വരാരാധനയൊക്കെ നടത്തി ഇവരുടെ ജാതകത്തിലെ ചൊവ്വയുടെ ആ പാപത്വത്തിനെയും ആ ബലഹീനതയൊക്കെ ഒട്ടൊക്കെ പരിഹരിക്കാനായിട്ട് സാധിച്ചാൽ വളരെയധികം ഉയർന്ന നിലയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യമുള്ള ഒരു നക്ഷത്രക്കാരാണ് ഇവർ. അശ്വനി ദേവതകളാണ് ഇവരുടെ നക്ഷത്ര ദേവത. അശ്വനി ദേവതകൾ എന്ന് പറഞ്ഞാൽ ദേവ വൈദ്യന്മാരാണ്. ഈ അശ്വിനി ദേവതകളുടെ ഉപാസനാമൂർത്തിയാണ് മഹാവിഷ്ണു. അപ്പോൾ ഈ അശ്വിനി ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൈഷ്ണവ സംബന്ധമായ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ആരാധന നടത്തുകയൊക്കെ ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രം. ആ നക്ഷത്രത്തിന്റെ പോരായ്മകൾ മനസ്സിലാക്കി അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ ഉണ്ടാവും. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇതിനോടൊപ്പം എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ കൺസൾട്ടിംഗ് ഉണ്ട്, താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. മറ്റു കൂടുതൽ വീഡിയോകൾ വളരെ വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇത് സഹായിക്കും. വീണ്ടും അടുത്തൊരു ജ്യോതിഷ വിശേഷവുമായി നിങ്ങളുടെ അടുത്ത് എത്തിച്ചേരും വരെ നന്ദി, നമസ്കാരം.